ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എന്താ നമ്മൾ ഒരു പരീക്ഷണം നടത്താൻ പോവാണ്. നമ്മുടെ വീട്ടിൽ ബിരിയാണി വെച്ച് നോക്കാം. പൊടിമുളക് ഭയങ്കര ആഗ്രഹം ബിരിയാണി വെക്കുക. അപ്പോൾ ബിരിയാണി വെക്കാനൊന്നും അറിയില്ല. യൂട്യൂബിൽ കണ്ടിട്ട് നമ്മൾ വെച്ച് പഠിക്കാൻ പോവാണ്. എന്താവുമെന്ന് തമ്പുരാൻ അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു പാത്രം മേടിച്ചിട്ടുണ്ട്. എന്താണ് ബിരിയാണി ചെമ്പ്, മൂടി, പിന്നെ ഇളക്കാനുള്ള ഒരു കയ്യിൽ. അപ്പോൾ നമ്മൾ ബിരിയാണി വെക്കാൻ പോവാണ്. എന്താവെന്ന് അറിയില്ല, വെച്ച് പരീക്ഷിക്കാം. മോലാൽ പറഞ്ഞ പോലെ ചോദിച്ചു പോകാന്ന് പറഞ്ഞ പോലെ വെച്ച് പഠിക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ മേടിക്കാൻ പോവാണ്. ഇപ്പോൾ ദിവസം അരി കഴുകി വെക്കും. അപ്പോഴേക്ക് ഞങ്ങൾ പോയിട്ട് ചിക്കനൊക്കെ മേടിക്കാം. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ബിരിയാണി ചെയ്യുമ്പോൾ കണ്ടില്ലേ. അപ്പോൾ അതെ ചിക്കൻ, പിന്നെ അതെ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തൈര്, മസാല, ക്യാരറ്റ്, മറ്റേ എന്തോ പയറ്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നല്ല മേടിച്ചിട്ടുണ്ട്. അത് വെച്ച് പഠിക്കണം. അപ്പോൾ അരി കഴുകിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അരി കഴുകിയാ അപ്പോൾ അരി കഴുകിയിട്ട്. അപ്പോൾ ബാക്കി പരിപാടികൾ ഇത് നമ്മൾ വീണ്ടും പറയാം. നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ആരും കളിയാക്കരുത്. പരീക്ഷിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ പാത്രം ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ബിരിയാണി ചെമ്പ് മേടിച്ച് നമുക്ക് ലോങ് വീഡിയോ ചെയ്യണം നോക്കിയിട്ട് ഭക്ഷണം വയ്ക്കുന്നത്, സാധാരണ ഭക്ഷണമൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ തട്ടിക്കൂട്ടി ചെയ്യണത്. അപ്പോൾ എന്തായാലും ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ഇതാണ് സൈക്കിള്. എനിക്ക് സൈക്കിള്, അതെ പുതുപുത്ത സൈക്കിൾ അല്ലേ കുമ്പോ. സൈക്കിളിന്റെ പേര് ഏതെന്നാണ് സൈക്കിളിന്റെ പേര്. പൊടിമോളുടെ സൈക്കിളിന്റെ പേര് കാണിച്ചോടത്ത. സൈക്കിളിന്റെ പേര് പറഞ്ഞോടത്തെ. ഏതെന്നാണ് എന്റെ സൈക്കിളിന്റെ പേര്. ഞാനിട്ട പേര് ഏതൻ കുട്ടാൻ. തന്നെ സൈക്കിളിന്റെ പേര്. സൈക്കിള് എത്ര ദിവസം വീടിന്റെ അകത്ത് കൊണ്ടുപോയിക്കോന്ന് അറിയില്ല. ഇപ്പൊ വീടിന്റെ അകത്താണ് സൂക്ഷിക്കണത്. ഞങ്ങൾക്ക് അധികം സ്ഥലമില്ലാത്ത കാര്യം നമ്മൾ വീടിന്റെ അകത്താണ് വെക്കണേട്ടാ. അപ്പൊ എന്താ പറയാ, വല്ലവരും എടുത്തോണ്ടോ അല്ലെ, കുമ്പ് കള്ളന്മാർ എടുത്തോണ്ടോ. അപ്പൊ നമുക്ക് നേരം വൈകണ്ട, യൂട്യൂബിൽ നോക്കി ബിരിയാണി പരിപാടിയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ കാറ്റ് വാതിലടച്ചു. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് വലിയ ഇതില്ലാന്ന് വീണ്ടും പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം എടുത്തു. വെള്ളം കൂടുതലാണോ കുറവാണോ എന്നൊന്നും അറിയില്ല, നോക്കാം. അതിനുശേഷം നമ്മൾ ഈ ചോറൊക്കെ ഇങ്ങനെ വേവുമ്പേ കട്ട പിടിക്കാണ്ടിരിക്കാനായിട്ട് കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കണം. കുറച്ചെന്ന് പറഞ്ഞാൽ ഇതിന് കണക്കൊന്നുമില്ല. നമ്മൾ തന്നെ ചെയ്യണ കാരണം നമുക്ക് ഇപ്പോൾ ആരും ബോധിപ്പിക്കണ്ട, ആരും ചീത്ത പറയാത്ത കാരണം നമ്മൾ തന്നെ ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്താ പറയാ, കുറച്ച് ഡാൽഡ, കുറച്ചിട്ടാ. അയ്യോ നമ്മൾ നെയ്യ് മേടിച്ചില്ലല്ലേ മുമ്പ്, പിന്നെ മേടിക്കാം, വീട്ട് മേടിക്കാം. അപ്പൊ കുറച്ച് ഡാൽഡ നമ്മൾ ഇട്ടു. അതിനുശേഷം നമ്മൾ എന്താ പറയാ, ഈ ഇലയൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ പേരൊക്കെ എന്തിട്ടാന്ന് അറിയില്ല. അതേ കണ്ട, ഇതൊക്കെ നമ്മൾ കുറച്ച് പിച്ചി പൊളിച്ച് ഇടായില്ലേ, അങ്ങനെയൊക്കെ ഓരോരുത്തർ ചെയ്യണുണ്ട്. അതിനുശേഷം ഈ വടി കറുകപ്പട്ടെ. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക, കുറച്ചൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. കുറച്ച് പൊട്ടിച്ചിട്ടു കേട്ടോ. അപ്പോൾ അത് കുറച്ച് പൊട്ടിച്ചിട്ടു. പിന്നെ ഈ എന്താ പറയുക, ഈ കത്തര എടുക്കാം. എന്തൊരു സാധനം പറഞ്ഞു കൊടുക്കും. ഇത് ഈ നക്ഷത്രം പോലത്തെ സാധനം, താക്കോല. അപ്പോൾ അത് എൻ്റെ ഒരു ഇങ്ങനെ ചെറിയൊരു പാക്കറ്റിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ട, ഈ നക്ഷത്രം പോലത്തെ സാധനമാണ്. എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല. അത് കുറച്ച് ഇട്ടു നമ്മൾ. കണ്ട ഓരോ കൂടി ഇട്ടാം, എല്ലാം കൂടി ആകുമ്പോൾ ചിലപ്പോൾ രസമാവും. പിന്നെ ഒരു എന്താ കുറച്ച് കുരുമുളക്, പിന്നെ മറ്റേ ഗ്രാമ്പു ഒരെണ്ണുള്ളൂ. അപ്പോൾ ഗ്രാമ്പും ഇടണം കേട്ടോ, കുറച്ചുള്ള. നമ്മൾ ഇട്ടിട്ടുള്ള സാധനങ്ങളൊക്കെ തിളച്ചുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഉപ്പിടാം കേട്ടോ. ഉപ്പ് കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ച്, എത്രയ്ക്കാന്നൊന്നും അറിയില്ല. കൂടിയാ കൂടി, കുറഞ്ഞാൽ കുറഞ്ഞു അല്ല പൊടിയാ. അപ്പോൾ പൊടിക്ക് ഒരു സിപ്പപ്പ് പൊടിച്ചത് പൊടി സിപ്പപ്പ് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് അരി ഇടാം കേട്ടോ. അരി പൊന്നൂസത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അരി ഇടാം. വെള്ളം കുഴപ്പമില്ല. അപ്പോൾ അരി ഇടണ്. പൊടിയേ എന്താവും നമ്മളെ ദൈവം ചതിക്കില്ലടി. 300-350 രൂപ പരിപാടി അല്ലേ. ഈശ്വര ഭഗവാനെ. അതെ, വലിയ ആൾക്കാരൊക്കെ കുറേ ഒരുപാട് 1000 പേര് 500 പേരൊക്കെ സദ്യ വിളിച്ചിട്ട് അങ്ങനെ ചെറുതായി നാശാവണൊക്കെ ഇപ്പം സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നമ്മളാരും ഒന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ അരി ഇട്ടുണ്ട്. അരി കുറച്ച് 1-2 ഉണ്ട്. ഓരോ അരിമണിയും നമുക്ക് വിലപിടിപ്പുള്ളതാണ്. അത് കഴിക്കുന്നവരുടെ പേര് അതിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ. അപ്പോൾ ഒന്നും നമ്മൾ നശിപ്പിക്കരുത് കേട്ടോ. ബിരിയാണിൻ്റെ പരിപാടി അതിൻ്റെ അപ്പോൾ അരി നമ്മളിട്ടു. അവിടെ എൻ്റെ പുതിയ കയ്യിൽ അപ്പോൾ നമ്മുടെ പുതിയ കയ്യിൽ. അപ്പോൾ പൊന്നൂസ് അവിടെ സാധനങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ ഇതെന്തായാലും മറ്റുള്ള അരി പോലെയല്ല, ബിരിയാണി അരി വേഗം ആവും എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഇവിടെ കിടന്ന് ഇതാവട്ടെ. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നോക്കട്ടെ അല്ലേ പൊന്നോ? അപ്പോൾ ഇതാവട്ടെ. ഇത് മൂടി വയ്ക്കണ പൊന്നൂസേ? നമ്മുടെ പുതിയ പത്രം കൊണ്ട് മൂടി. അപ്പോൾ ഇത് നമ്മൾ പുതിയ മേടിച്ചല്ല, ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴയ വീട്ടിലത്തെ ഒരു ചെറിയ അലുമിനിയം വട്ടയിലാണ് വെക്കണത്. പിന്നെ നമ്മൾ വലിയ പാത്രം മേടിച്ചത് ഇത് ഊറ്റിയിട്ട് അതിലേക്ക് ഇടുമ്പോട്ടാ. അപ്പോൾ പൊടിമോളാണ് വീഡിയോ എടുക്കുന്നത് അല്ലേ പൊടിമോളെ? അപ്പോൾ ഇത് ഇവിടുന്ന് സെറ്റ് ആവട്ടെ. ഇത് തിളയ്ക്ക് ഇതാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ആക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് പൊന്നൂസ് ഇത് അരി ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നെയ്യ് എവിടെ? നെയ്യ് ഫ്രിഡ്ജിൻ്റെ മുകളിൽ. അപ്പോൾ ഇതായി. ഇനി നമ്മൾ വേണ്ടത് നെയ്യ്. അടുത്ത പരിപാടി, അടുത്ത സ്റ്റെപ്പ് ഇട്ടാ. അപ്പം നെയ്യ് നമ്മൾ ഇതിലോട്ട് ഒഴിക്കാൻ പോകണം. ഇവിടെ പുതിയ ബിരിയാണി ചെമ്പിൻ്റെ ഉദ്ഘാടനമാണ്. ഓ യാഹോയ്, ആഹാ. അതിലേക്ക് നമ്മൾ കുറച്ച് ഡാൽഡ ഇടണു. ഡാൽഡ ഇട്ടു. അപ്പം നമുക്കിനി ഇതിലേക്ക് വേണ്ട സാധനങ്ങളെന്ന് വെച്ചാൽ ബീൻസ്, ക്യാരറ്റ്, പച്ചമുളക്, സബോള, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഇഞ്ചി ചതച്ചത് ഇട്ടാൽ. അപ്പം നമുക്ക് കുറച്ച് സബോള വാട്ടിയെടുക്കാം. സബോള 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 ആദ്യം വാട്ടാം. അതിന് ശേഷം നമുക്ക് ഈ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ അത് കൂട്ടി പിടിക്കാൻ ഒരു തുണി വേണമല്ലോ. തുണി എവിടെ? നിർത്ത്. അപ്പോൾ സബോള മുരിഞ്ഞുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാരറ്റ് ഇടാം, അതിനുശേഷം ബീൻസ് ഇടാം, അതിനുശേഷം നമുക്ക് പച്ചമുളക് ഇടാം കേട്ടോ. അപ്പോൾ അതൊന്ന് വാട്ടി കൊടുക്കാം ചെറുതായിട്ട്. ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് പൊന്നൂസ്, അവിടെ ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് മുരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനിയും കുറച്ച് സാധനങ്ങൾ ഇടാണ്ട്. ഇഞ്ചി പേസ്റ്റാക്കിയത് കേട്ടാ. ചതച്ചു, ചെറിയ ഒരലിട്ട് ചതച്ചു. അപ്പോൾ ഇത് ആവട്ടെ കേട്ടാ. അപ്പോൾ അത് മൂത്തുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഇടാം കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുക്കാം. അത് വേവാധികം നേരമൊന്നും വേണ്ടല്ലോ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പെരിഞ്ജീരകം, വലിയ ജീരകം കേട്ടോ. അത് ഇത്തിരി കാര്യമായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഇത്തിരി കൂടി ഇടാം, നന്നായിക്കോട്ടെ, വയറിനൊക്കെ നല്ലതല്ലേ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പോക ദൂരം മിണ്ണാലി കിണ്ണായി കിടന്തേ പൊടി എന്താവും, മണം വരില്ല. അച്ഛന് നിരൂപിച്ചായ കാരണം അറിയാൻ പറ്റണില്ല. അപ്പോൾ അത് സെറ്റായി. അതിന് ശേഷം നമ്മൾ രവേണ്ട കടയിൽ നിന്ന് മുന്തിരി നമുക്ക് ഇങ്ങനെ കിട്ടിയത് കേട്ടോ, മുന്തിരി. അപ്പോൾ ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതാ, അപ്പോൾ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. കുറച്ചെടുത്തേക്കില്ല. അപ്പോൾ കുറച്ച്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇതാകെ കുറച്ചുള്ള കുമ്പോ. അപ്പോൾ അതിട്ടു കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ കൂട്ടി ഒന്ന് ഇളക്കാം. ഇനിയുണ്ട് സംഭവങ്ങൾ, ഇനിയുണ്ട്. അപ്പോൾ അതൊന്ന് മൊരിയട്ടെ അല്ലേ കുമ്പോ? അത് മൊരിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. ബിരിയാണിയുടെ ഇറച്ചിയൊക്കെ പൊന്നൂസ് ചെയ്യണത്. പൊന്നൂസ് ഇത് അവിടെ ഇറച്ചിയുടെ കൂട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അപ്പോൾ അത് സെറ്റായിട്ടാ. അപ്പം ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തു. ഓക്കെ, അത് സെറ്റായി. നാളികേരപ്പാൽ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഇളക്കാം. അപ്പോൾ അത് സെറ്റായി. നാളികേരപ്പാലും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കുറച്ച് പഞ്ചസാര, മറ്റേ ഇവർ പറയണ പോലെ നമ്മുടെ മറ്റേ വില്ലേജ് ഫുഡ് ആട്ടിലരച്ച ആട്ടിയ ഇതെന്ന് പറയണ പോലെ ചക്കിലരച്ചെന്ന് പറയില്ലേ, കുറച്ച് പഞ്ചസാര, കുറച്ച് ഒരു തുണ്ടുക്ക്
പിന്നെ ചോറിൽ നമ്മൾ ഉപ്പിട്ടുണ്ട്, എന്നാലും അവിടെ ഉപ്പ് പൊന്നൂസ് ഉപ്പ് അവിടെ കുറച്ച് ഉപ്പിട്ടാ, കുറച്ച് ഉപ്പ്, കുറച്ച് കൂടണ്ട, ഇതൊക്കെ കുറച്ചാണ്. എന്തായാലും ഇത് കണ്ട ആരും ചെയ്യില്ല എന്ന് നമുക്കറിയാം, ഇത് നമ്മൾ തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഇളക്കാണ്. അരി എടുത്തിട്ട് വാ, കമോൺ. അരി അപ്പം അരി കൊണ്ടിട്ടുണ്ട്. അരി എന്ന് വിചാരിച്ചാൽ റൈസ്, ബിരിയാണി റൈസ്. അപ്പം നമുക്ക് അയ്യോ മാറി. അപ്പോൾ ബിരിയാണി റൈസ് നമ്മൾ ഇടാൻ പോവാണ് കേട്ടാ. കഴിഞ്ഞ ഇനിയുണ്ടാ? ഇപ്പം ബിരിയാണി റൈസ് ഇത് ആയി, ചൂടുണ്ട് കേട്ടോ. അയ്യോ എല്ലാ റൈസും നമ്മൾ ഇട്ടു, അതിലുള്ള പട്ടയും കാര്യങ്ങളൊക്കെ ഇട്ടു. ഇനി എന്തിട്ടുണ്ട്? വല്ല ഇടാത്തതുണ്ടാ? ഇടാത്തൊന്നുമില്ലല്ലോ. അപ്പോൾ അത് സെറ്റായിട്ടാ. മൂടി വയ്ക്കാൻ പറ്റേ ഇളക്കണ്ടേ? അത് പിന്നെ ഇട്ടാൽ മതി, ലാസ്റ്റ് ഇട്ടാൽ പോരെ. എസൻസൊക്കെ ലാസ്റ്റ്. എന്നാൽ പിടി. അപ്പോൾ റൈസ് ഇട്ടു. ഇനി റൈസ് ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാവർക്കും പിടിക്കാനായിട്ട്. പോക പെണ്ണാണ് പൊണ്ണായി കിടന്തേ. എങ്ങനെയാ പാട്ടുക്കുമ്പോ? അപ്പം ബിരിയാണിയിലെ പരിപാടികളൊക്കെ അത് അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുണ്ട് പൊടി മണം വരില്ല. മസാല ഇനി മസാല ഒന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബിരിയാണി, തട്ടിക്കൂട്ട് ബിരിയാണി. ഇപ്പോൾ ബിരിയാണിയൊക്കെ ഒരുവിധം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പപ്പക്കായര എന്തോ ഒരു സാധനമില്ലേ, പപ്പക്കായ എസൻസ് അല്ല, എസൻസ് അല്ല, ഈ പപ്പക്കായര ഇതുള്ളൊരു ടേസ്റ്റുള്ളൊരു സാധനം, അത് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്നിട്ടാ ഏലക്കായ കുമ്പോ ഒരു 1-2 ഇടാൻ. എവിടെ വെച്ചേ? കസാരമുണ്ടാവും തോന്നുന്നു. അപ്പോൾ അതിട്ടു. കസാരയിലില്ല. ഇല്ലെങ്കിൽ വേണ്ട. എസൻസ് എവിടെ? എസൻസ് എടുക്കൂ കുട്ടി. ബിരിയാണി വെന്തോടെയില്ല, കറക്റ്റ് പാകത്തിനാണെന്ന് തോന്നുന്നു. അപ്പം ഇനി നമുക്ക് എസൻസ് ഒഴിക്കാം. അപ്പം എസൻസ് ഇട്ടാ, എസൻസ് കുറച്ച് എന്താ മണം? ഇതെന്ത് മണം? പൈനാപ്പിൾ ഇട്ടാ. അപ്പം അത് കുറച്ച് ഇങ്ങനെ മൂടിയിലെടുത്ത് എല്ലായിടത്തേക്കും ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി. ഇത് കൂടി കഴിഞ്ഞാൽ കക്കണ രസം വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതൊഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ടൂൾസും പെട്ടിയിലെടുത്ത് വയ്ക്കാം. ഇനി എന്തിട്ടാ? കളർ ഒഴിക്കാം. മറ്റേ തിളക്കട്ടെ നന്നായിട്ട്. അതിന് ശേഷം നമുക്ക് കളർ ഒഴിക്കാം. എന്ത് റൈസിങ്ങിലൊക്കെ പറയാം. നെക്സ്റ്റ് പിന്നെ 1 കിലോ അരിയാണ് ഇട്ടത്. അരിയുടെ പേരൊന്നും അറിയില്ല. 110 രൂപ കുമ്പോന്ന. അപ്പോൾ കളർ ഇട്ടുകൊണ്ടിരിക്കണം കേട്ടോ. കളറ് അപ്പോൾ കളർ ഇട്ടു. നമുക്ക് ഇളക്കി നോക്കാം. കളർ വരും. കളർ കുറവാണോ എന്ന് നോക്കാം. ഇപ്പോൾ ബിരിയാണിയുടെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ആഡംബരമായിട്ട്. കളർ വരും. കളർ ഇപ്പോൾ വരുമ്പോൾ വരണണ്ട. കളർ വരണണ്ട. ഈ കളർ പോരാ. അപ്പോൾ ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു.
നമ്മള് ബിരിയാണി വേറെ ലെവൽ. അപ്പൊ എന്തായാലും നമ്മുടെ ടെസ്റ്ററായ പൊടിമോൾക്ക് കുറച്ച് കൊടുക്കാം. എനിക്കിപ്പൊക്കെ പറ്റില്ലെന്ന് ഞാൻ വീഡിയോ എടുക്കാം. വീഡിയോ അച്ചെടുത്തോളാം, നോക്കട്ടെ. ഒരു ചെറിയ പാത്രത്തെ സ്പൂണിൽ മതിയാ. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ ഒരുവിധം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് ഇതെടുത്തിട്ട് നമുക്ക് നമ്മുടെ ടെസ്റ്റർ പൊടി മുളക്കുക. അപ്പോൾ ഇതൊന്ന് മൂടി വയ്ക്കാട്ടാ. ദമ്മിടലും പരിപാടിയൊന്നും ഇല്ല, മൂടി വയ്ക്കാം. അപ്പോൾ കാട്ടു നോക്കട്ടെ, ഇനി പൊടി മുളക്കട്ടെ. അപ്പോൾ മൂടി വയ്ക്കുമ്പോൾ നമ്മൾ സിമ്മിലിട്ടിട്ട് മൂടി വയ്ക്കണേ. സിമ്മിൽ തന്നെയാ. നോക്കിയാ പൊടിയേ, അതിനുണ്ട് നോക്കിയേ. സത്യം പറയണം കേട്ടോ, കുഴപ്പമില്ല എന്നൊന്നും പറയരുത്. നന്നായെങ്കിൽ നന്നായി എന്ന് പറയണം, ഇല്ലെങ്കിൽ നാശമായി എന്ന് പറയണം. നോക്കിയേ, പതുക്കെ വായ പൊള്ളൂ. അതിനുണ്ട്. എന്നിട്ട് നോക്കട്ടെ. അമ്മയ്ക്ക് കൊണ്ട് കൊടുത്ത്, അമ്മയ്ക്ക് കൊടുക്ക്. ഒരു ദിവസം പറയേ, അതിനുണ്ട്. അതിനുണ്ട്. നന്നായിണ്ടാ? വേവ് കുറവുണ്ടാ? അപ്പൊ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാ ഇതാവാ അല്ലേ? അപ്പൊ നമ്മുടെ ബിരിയാണി വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബിരിയാണി വെച്ച് കഴിഞ്ഞു. അച്ഛൻ എടുക്കാൻ പോയേക്കാണ്. പിന്നെ ഞങ്ങൾ കൂടാതെ ചിക്കൻ കറി വെച്ചു. പിന്നെ എന്തൊക്കെ വെച്ചെന്ന് ഞാൻ പറഞ്ഞിരുന്നേ. ബിരിയാണി വെച്ചു, ചിക്കൻ വെച്ചു, പപ്പടം വെച്ചു, സർലാസും വെച്ചു. പിന്നെ എന്താ മുട്ട ബില്ലിട്ടുണ്ടായിരുന്നു. പക്ഷെ എടുത്തില്ല, എടുക്കാൻ മറന്നു. അത് കാരണം അച്ഛൻ കൊണ്ടുവന്നു. ബിരിയാണി ടച്ച് നോക്കട്ടെ. നമ്മുടെ വീട്ടിലത്തെ അച്ചാറുണ്ട്. എന്താ ഒന്നും അറിയില്ല. ടച്ചർമാരായവർക്ക് കുറച്ചെടുത്ത കൊടുത്ത പടിപൊളിയായി. ചൂടാറിട്ട് നോക്കിയേക്കാം. കഴിക്കൂ. മറ്റേ ഫിറോസ് ഒക്കെ പറയണ പോലെ പൊള്ളി സാധനം അങ്ങനെ പറഞ്ഞോളൂ. നോക്കട്ടെ. മണം മാത്രല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വെച്ചോണ്ട് പറയല്ല, വലിയ വലിയ കടകളിലൊന്നും വെക്കുന്ന പോലെയല്ല. കഴിക്കാം, അടിപൊളിയുണ്ട്. പിന്നെ നമ്മളിത് നമ്മുടെ ആൾക്കാര് വെച്ചിട്ട് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞിട്ട് ഉപ്പുമാവ് പോലെ ആയിട്ടുള്ള പോലത്തെ അല്ല. ഇതാ കണ്ടാ, അതൊക്കെ കണ്ടാൽ തന്നെ അറിയാം. ഒരരിയും മറ്റൊരു അരിയായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടില്ല. നമ്മളെ ചെറുനാരങ്ങ പിരിഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു. യൂട്യൂബിൽ കണ്ട കാരണം കേട്ടാ ഇതൊക്കെ വെക്കാൻ പറ്റും. ഈ ബിരിയാണിയിലെ എല്ലാ ക്രെഡിറ്റും ചേട്ടനെയാണ് കേട്ടാ. ചിക്കൻ മറ്റേ പൊന്നൂസാണ്. അപ്പൊ നമുക്ക് ലോങ് വീഡിയോ നമ്മൾ ചെയ്യാറില്ല. അപ്പൊ നമ്മള് പേരുടെ ഒരു ഇത് കാരണമാണ് ഞങ്ങളിപ്പോ ഒരു കുക്കിംഗ് വീഡിയോ ഇട്ടത്. കുറെ പേര് പറയുന്നത് വീട്ടിലുണ്ടാക്കണ എന്താണെങ്കിലും ഒന്ന് വീഡിയോ എടുത്ത് ഇട്ടുകൂടെ ചേച്ചി ഞങ്ങൾ കാണാതൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് തോന്നി ബിരിയാണി വെച്ചാലോന്ന്. അപ്പൊ അതൊരു വീഡിയോ ആക്കി ഇട്ടതാണ്. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ട കണ്ടോളൂ കേട്ടാ. അപ്പൊ ആരെടുത്തും ഞാൻ ഇതുപോലെ ഉണ്ടാക്കാൻ പറയില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കിയത് വിജയിച്ചു. വേണേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടെ. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല ഉണ്ടാക്കാം, പക്ഷെ ബിരിയാണി ഉണ്ട്, അടിപൊളിയായിട്ടാ. അപ്പോൾ പൊടിമുള പറയണ്ട, ഞാൻ ഉണ്ടാക്കിയ ആൾ തന്നെ സ്വയം പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. പൊടിമുള സത്യം പറയാം, എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ട്. വലിച്ചു വരുത്തിനാണ് ഞാൻ അറിഞ്ഞോട്ടോ. ടേസ്റ്റ് ഉണ്ട്. പൊന്നൂസിന് ഇഷ്ടമായ? ഇഷ്ടായി. അപ്പോൾ അടിപൊളിയിട്ടാ. അപ്പോൾ പൊടിമോൾ പറയൂ. അപ്പൊ എല്ലാവരും ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട്, സത്യം പറയണം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ശുഭദിനം. അപ്പൊ ഞാൻ പറയണത് കേൾക്കാൻ പറ്റില്ല, എന്തായാലും വായന ബിരിയാണി കേൾക്കാനാണ്. അപ്പൊ എല്ലാവർക്കും ബൈ. ശുഭദിനം പറഞ്ഞു. ശുഭദിനം. ബൈ. അപ്പൊ ഇനി ഇതുപോലത്തെ പരീക്ഷണങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും.